പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തി പിന്നീട് പരിശുദ്ധാത്മാവിൽ നിറയേണ്ട ആവശ്യമുണ്ടോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പരിശുദ്ധാത്മാവ് സഹോദരങ്ങളെ ഓരോ ദൗത്യത്തിനും പ്രത്യേകം അഭിഷേകമായി കൃപയായി നമ്മിൽ എപ്പോഴും നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് കൂദാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുന്നു. കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുന്നു. ഇവിടെ പാപം വീണ്ടും ചെയ്യാതിരിക്കുന്നതിനുള്ള ശക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവ് നിറയുന്നത്. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ആത്മാവ് വരുന്നത് നല്ല ദാമ്പത്യ ജീവിതം, പരസ്പരം കുറവുകൾ സ്വീകരിക്കുന്നതിനും മറ്റുമുള്ള അഭിഷേകമായിട്ടാണ്. അതുപോലെ മറിയത്തിൽ ഇപ്പോൾ വീണ്ടും ആത്മാവ് നിറയുന്നത് യേശുവിനെ ഗർഭം ധരിക്കുന്നതിനാണ്. അഭിവാദനം കേട്ട് അത്ഭുതം കൂടിയ മറിയത്തോട് മാലാഖ തുടർന്നു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ഒരു പുത്രനെ, വേറെ പുത്രനെ പ്രസവിക്കില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗബ്രിയേൽ മാലാഖ മറിയത്തെ അറിയിച്ചത് ദൈവം ഗബ്രിയേലിനോട് അരുളി ചെയ്തതാണ്. പരിശുദ്ധാത്മാവ് എന്ന് കേട്ട മാത്രയിൽ മറിയം ഗബ്രിയേലിനോട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞു. മറിയത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന് നിശ്ചയമുണ്ടായിരുന്നു ഇതിലും യോഗ്യതയായ ഒരു സ്ത്രീ ലോകത്തിൽ ജനിച്ചിട്ടില്ല എന്നുള്ളത്. തന്നെ ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിൻ്റെ അന്ത്യം വരെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് സ്തോത്രഗീതത്തിൽ മറിയം ഇങ്ങനെ പറയുന്നു, ഇന്നു മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്ന്. സഹോദരങ്ങളെ, മറിയം ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുമ്പോൾ ഏത് കുരിശും സ്വീകരിക്കാൻ തയ്യാറാവുകയായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം. എല്ലാ കുരിശും നാം സമചിത്തതയോടെയാണോ സ്വീകരിക്കുന്നത്? കുറ്റം പറയാതെ, പരാതി പറയാതെ, എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഞാൻ പോലും കാണാത്ത വിശുദ്ധമായ മനോഹരമായൊരു പദ്ധതിക്ക് വേണ്ടി ദൈവം എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠമാണ് എൻ്റെ സഹനം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ സത്യം. യേശുവിൻ്റെ അമ്മയായതിലൂടെ മറിയം അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രയോ ഭയങ്കരമാണ്. കാൽവരിയിലെ കുരിശിലേക്ക് മകനെ കൊണ്ടുപോകുന്നതിന് നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് സാക്ഷിയേണ്ടി വന്നു. പരാതിയില്ല, പരിഭവമില്ല, ക്ഷമയുടെ മൂർത്തിഭാവം. യേശുവിനെ യഹൂദ പടയാളികൾ കുരിശിൽ ആണികളാൽ തറയ്ക്കുമ്പോൾ, അതിനു മുമ്പ് തുപ്പുമ്പോൾ, ചമ്മട്ടി വെച്ച് അടിക്കുമ്പോൾ, ചവിട്ടുമ്പോൾ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയ ആ മകനെ പീഡിപ്പിക്കുന്നവരോട് മറിയം ക്ഷമിക്കുന്നു. ലോകത്തിൽ ഏത് സ്ത്രീക്ക് ഇത് ചെയ്യുവാൻ കഴിയും? അത് നമുക്കും സാധിക്കുമ്പോൾ ചാർലി കേർക്കിൻ്റെ ഭാര്യയായിട്ടുള്ള റീക്ക കേർക്ക് സ്വന്തം ഭർത്താവിനെ വെടിയേറ്റ് കൊന്ന റോബിൻസൺ എന്ന ചെറുപ്പക്കാരനോട് ക്ഷമിച്ചു. അതുപോലെ നമുക്കും ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ കാൽവരിയിലെ കർത്താവിൻ്റെ യാഗബലി നമുക്ക് വേണ്ടിയുള്ള ആ തിരക്തം ചിന്തിയത് ഒരു കാലത്തും വെറുതെയായി പോവില്ല.